ബുദ്ധിവികാസത്തിന് വിദ്യാവിജയത്തിന് വേണ്ടി വിദ്യാഗോപാല യജ്ഞശാലയെ എത്തിച്ചേർന്ന് അറിയിക്കുന്നു. ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ക്ഷേത്ര ഉപദേശ സമിതിയുടെ തൃക്കടകുലപ്പ സേവാ സംഘത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടക്കുന്ന തിരുമാസ തിരുവാതിര മഹോത്സവ പരിപാടികൾ നാളെ രാവിലെ 5 മണിക്ക് മഹാഗണപതി ഹോമത്തോടുകൂടി ആരംഭിക്കുന്നതാണ്. നാളെ നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ തൃക്കടകുലപ്പ സേവാ സംഘം ജോയിന്റ് സെക്രട്ടറി നമ്മൾ ആനയെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഏതൊരു സദസ്സിലും നമ്മൾ ആനയെ കയറ്റി നിർത്തി ഇടാൻ പറ്റിയ വളരെ യോജിച്ചതുമായ ഒരു 4 വരികളിലാണ് ആ പാട്ട് തുടങ്ങുന്നത്. അത് നിങ്ങൾക്ക് പാട്ട് കേൾക്കുമ്പോൾ മനസ്സിലാവും. അതുപോലെ തന്നെ ഇതിനകത്തും പഴയ പാട്ടും ഈ പാട്ടുമായി ഞാൻ പറഞ്ഞല്ലോ ഒരു തരത്തിലുള്ള സാമ്യങ്ങളുമില്ല. പിന്നെ ചില വാക്കുകൾ അത് നമ്മൾ സ്വാഭാവികമായിട്ടും വരുന്ന ഒരു സാമ്യങ്ങളല്ലാതെ ഒന്നുമില്ല. പക്ഷെ ആ പാട്ടിലും ഈ പാട്ടിലും കോമൺ ആയി വളരെ പൊതുവായി പറഞ്ഞിരിക്കുന്ന ഒരു പേര് ഗജരാജരത്നം എന്ന വാക്കാണ്. 2008 പട്ടത്താനം ഗജമേളയിൽ ആനയ്ക്ക് ഗജരാജ പട്ടവും 2007 ഗജരാജ പട്ടവും 2008 ഗജരത്ന പട്ടവും കിട്ടി. അപ്പൊ അത് രണ്ടും കൂടി ഒരുമിച്ചാണ് രജീഷ് അണ്ണൻ അന്ന് 2010 അവസാനം ഈ ഗാനം ഇറങ്ങുമ്പോൾ ഇതിനകത്ത് കളഭകേസരിയായി ഗജരാജരത്നമായി വിജയശ്രീ ലാളിതനായി അവൻ വരുന്നു എന്ന വരി എഴുതിയത്. പക്ഷെ ആ വരികൾ പിൽക്കാലത്തേക്ക് വളരെ അന്വർത്ഥമാവുന്ന രീതിയിലാണ് നമ്മുടെ ഓരോ ഗാനങ്ങളിലും ഓരോ രീതികളിലും അത് വന്നത്. കാരണം 2011 തിരുവൈക്കത്തഷ്ടമിയോടനുബന്ധിച്ച് നമ്മൾ ആനയ്ക്ക് വൈക്കത്തഷ്ടമി വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ വെച്ച് ഗജരാജരത്നം പട്ടം കൊടുക്കുകയുണ്ടായി. അന്നും നമ്മൾ ആനയ്ക്ക് കിട്ടിയ അനേകായിരം പട്ടങ്ങളിൽ ഒരു പട്ടം
എന്ന ഒരു ലേബലിലാണ് നമ്മൾ ആ പട്ടത്തെ അന്ന് കണ്ടത്. പക്ഷേ പിൽക്കാലത്ത് ഇപ്പൊ നമുക്കറിയാം, അടുത്ത സമയത്ത് തന്നെ 2023 ചരിത്രത്തിൽ ആദ്യമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരു ആനയ്ക്ക് ഗജരാജരത്നം പട്ടം കൊടുത്ത് ആ ആനയെ അനുമോദിക്കുകയുണ്ടായി. അന്ന് വൈക്കത്ത് കൊടുത്ത ഒരു ചെറിയ പട്ടമാണെങ്കിലും ഇതൊരു നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പട്ടമായി ആ ഗജരാജരത്നം മാറി. അപ്പോൾ ആ പഴയ പാട്ടിൽ ഉപയോഗിച്ച കണക്ക് തന്നെ ഗജരാജരത്നം എന്നൊരു വാക്ക് ഈ ഒരു പാട്ടിലും വളരെ കൗതുകകരമായി ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഈ പാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യമേ പറയേണ്ടത് അതിന്റെ ലിറിക്സ്, അതുപോലെ തന്നെ അതിന്റെ സംഗീതം. ഇത് രണ്ടും നൽകിയത് രജീഷ് പാലവിളയാണ്. രജീഷ് പാലവിളയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, മഹാദേവന് തന്നെ ഒരുപാട് ഗാനങ്ങൾ എഴുതി സമർപ്പിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ അതിൽ എനിക്ക് തന്നെ പ്രിയപ്പെട്ട കുറെ ഗാനങ്ങളുണ്ട്. അപ്പം നമ്മുടെ സാധാ ഭക്തിഗാന ഒരു രീതിയിൽ നിന്നും മാറി വളരെ വ്യത്യസ്തമായി എഴുതുന്ന ഒരാളാണ് രജീഷാണ്. നമ്മളത് വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ തന്നെ കാലൻ കടക്കാത്ത കോവിൽ, പ്രഭാമയൂഖമായി, അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു ഗാനം, ആ ഗാനത്തിലേക്ക് ഞാൻ വരാം. അപ്പോൾ അങ്ങനെ ഒരുപാട് ഗാനങ്ങൾ, കാരണം മഹാദേവനും പാർവതിയും ആയിട്ടുള്ള പ്രണയത്തെക്കുറിച്ച് തൂമഞ്ഞ് തൂകുന്ന ഗിരിതന്നിൽ എന്ന് പറഞ്ഞ ഒരു ഗാനം രജീഷിനെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മഹാദേവന് അതായത് മറ്റേ നമ്മുടെ ബ്രഹ്മദേവനും മഹാവിഷ്ണുവും കൂടി ഭൂമിയുടെ അവസാനം കണ്ടെത്താൻ പോകുന്ന ആ ഒരു കഥയെ വെച്ച് രജീഷണ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ വില്ലുമംഗലം സ്വാമി ഇവിടെ വന്നതിനെ കുറിച്ച് രജീഷന്റെ പാട്ടിൽ എഴുതിയിട്ടുണ്ട്. അതിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ള ഒരു ഗാനമായിരുന്നു കാലൻ കടക്കാത്ത കോവിൽ. ഞാൻ രജീഷനോട് സംസാരിക്കുമ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമുക്കൊരു ഉൾഭയത്തോടു കൂടി ഇപ്പോൾ കേൾക്കുന്ന ഒരു പാട്ടാണത്. ആ പാട്ട് കേട്ടവർക്കെല്ലാം അറിയാം. അപ്പോൾ അങ്ങനെ നമ്മളിൽ നിന്നും വളരെ വ്യത്യസ്തമായ രീതിയിൽ ഗാനങ്ങൾ എഴുതിയിട്ടുള്ള രജീഷണൻ അതിമനോഹരമായി തന്നെയാണ് ഈ പാട്ട് എഴുതിയിട്ടുള്ളത്. അത് നമ്മൾ പാട്ടിന്റെ പ്രകാശന സമയത്ത് നമുക്കത് വ്യക്തമായി മനസ്സിലാകും. അപ്പോ പിന്നീട് ഇതിനകത്ത് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പേര്, ഈ ഗാനം ആലപിച്ച MG സുരേഷ് പന്തളം. നമുക്കെല്ലാം പെട്ടെന്ന് കേൾക്കുമ്പോൾ അങ്ങനെ ഒരു പേര് ആരുടെയും മനസ്സിൽ വരില്ലെങ്കിൽ പോലും അദ്ദേഹം ഇവിടെ പാടിയ, അതായത് നമ്മുടെ അമ്പലവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊന്നാണ് നമ്മുടെ വിളക്കറിയിപ്പ്. അപ്പൊ ആ വിളക്കറിയിപ്പിനെ കുറിച്ച് തൃക്കടവൂരിൽ പറഞ്ഞിട്ടുള്ള ഒരേ ഒരു ഗാനം, നാട്ടകം കാണുവാൻ വിളക്കറിയിക്കുവാൻ വന്നെത്തിയിരുന്നേ തൃക്കടവൂരപ്പൻ. ആ ഗാനം ആലപിച്ച MG സുരേഷ് പന്തളം ചേട്ടനാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്. അതിമനോഹരമായി ഈ പാട്ട് നമ്മുടെ കൂടെ നിന്ന് നമുക്ക് എല്ലാവിധ സപ്പോർട്ടുകളും നൽകി അതിമനോഹരമായി ആലപിച്ചിട്ടുണ്ട്. പിന്നെ ഇത്രയും കാര്യങ്ങൾ ഈ ബോധിവിഷന് വേണ്ടി മൊത്തം കാര്യങ്ങളിലും ഒരു പ്രൊഡക്ഷൻ മാനേജർ എന്നുള്ള നിലയ്ക്ക് ഞാൻ എല്ലാ കാര്യങ്ങളിലും ഭംഗിയായി എന്റെ കർത്തവ്യം നിർവഹിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും സന്തോഷം നൽകിയ ഒരു കാര്യം ഈ ഗജരാജരത്നം തൃക്കടവൂർ ശിവരാജുവിന് പാട്ടഭിഷേകം എന്ന ഗാനത്തിൽ ബിനു സരിക, മിഥുൻ മണിക്കുട്ടൻ എന്നിവരോടൊപ്പം ഇതിന്റെ കോറസ് ആലപിക്കാനുള്ള ഒരു ഭാഗ്യവും കൂടി എനിക്കുണ്ടായി. അപ്പോൾ അത് എന്നെ സംബന്ധിച്ച് മഹാദേവന്റെ മണ്ണിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഈ ഇവിടെ പലപ്പോഴും ഗാനമേളകൾ വരുമ്പോഴും അങ്ങനെയുള്ള മറ്റു പരിപാടികൾ വരുമ്പോഴും ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു പാട്ട് പാടാൻ ഒരു അവസരം നൽകണമെന്ന്. പക്ഷെ ഇന്നുവരെ ആ ഒരു ഭാഗ്യം എനിക്ക് മഹാദേവന്റെ മണ്ണ് കനിഞ്ഞ് നൽകിയിട്ടില്ല. പക്ഷെ അത് ഞാൻ ഏറെ സ്നേഹിക്കുന്ന, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു മേഖലയുമായ എന്റെ പ്രിയപ്പെട്ട ശിവരാജുവിന് വേണ്ടി ഒരു പാട്ട് പാടാൻ കഴിഞ്ഞത് എന്നെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ്. പിന്നെ നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ഈ ഗാനം നമ്മൾ ആദ്യമേ സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്തപ്പോഴത്തേക്ക് ഇതിനകത്ത് ഒരു ബീറ്റ് ഉണ്ട്. നമ്മളിപ്പം ടീസറിൽ ഉൾപ്പെടെ നമ്മൾ കേൾപ്പിച്ച അതിന്റെ ഒരു ടൂണുണ്ട്. ആ ടൂണ് നമ്മൾ കീബോർഡിലാണ് ചെയ്തത് പൂർണ്ണമായിട്ടും. അങ്ങനെയാണ് ടീസറിൽ ഉപയോഗിച്ചത്. അപ്പോൾ കീബോർഡിൽ ചെയ്ത ആ ഒരു ഈണം നമ്മൾ ഓടക്കുഴലിൽ അത് ലൈവായി വായിക്കാം എന്ന് നമുക്കെല്ലാവരും തീരുമാനം എടുക്കുകയും നമ്മൾ സ്റ്റുഡിയോയിൽ ചെന്നു. അപ്പം കരുനാപ്പള്ളിയില് ശ്രീരാഗ് സ്റ്റുഡിയോയിലാണ് റെക്കോർഡ് ചെയ്തത്. അപ്പോൾ സ്റ്റുഡിയോയിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട സൗണ്ട് എഞ്ചിനീയർ റജി ശ്രീരാഗ് ചേട്ടൻ നമ്മുടെ സ്റ്റേറ്റ് അവാർഡ് വിന്നർ കൂടിയാണ്. കേരള സംഗീത നാടക അക്കാദമിയുടെ സ്റ്റേറ്റ് അവാർഡ് വിന്നർ കൂടിയാണ്. അപ്പം റജി ചേട്ടനും അതുപോലെ നമ്മുടെ സിംഗറും ഒക്കെ നമ്മളോട് പറഞ്ഞു, ആ ഗാനം നാഗസ്വരത്തിൽ വായിച്ചാൽ, ആ ഈണം നാഗസ്വരത്തിൽ വായിച്ചാൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും. അപ്പോൾ നമ്മളത് നോക്കുമ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ പറഞ്ഞത് നല്ലൊരു നാഗസ്വര വിദ്വാൻ തന്നെ, അത് ഗുരുവായൂർ ഗോപിച്ചേട്ടനെ പോലുള്ള നല്ലൊരു നാഗസ്വര വിദ്വാനെ കൊണ്ട് തന്നെ ആ ഗാനം വായിപ്പിച്ചാൽ കുറച്ച് നല്ല ഭംഗിയായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ റൈച്ചേട്ടനോട് തന്നെ, റൈച്ചേട്ടന്റെ സഹായത്തോടുകൂടി ഗുരുവായൂർ ഗോപിച്ചേട്ടനെ വിളിക്കുകയും അതിമനോഹരമായിട്ട് ഈ ഗാനത്തിലെ നാഗസ്വരം വായിച്ചു തരികയും നൽകിയിട്ടുണ്ട്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഭാഗ്യങ്ങളിലൊന്നായിരുന്നു. പിന്നെ ഈ പാട്ടിനെ ഓർക്കസ്ട്ര ചെയ്ത സംഗീത് കോയിപ്പാട് ചേട്ടൻ, അതുപോലെ തന്നെ ഇതിന് റിതം ചെയ്ത ബാലു സാറ്, ഇവരെല്ലാം അതിമനോഹരമായിട്ട് ഈ ഗാനത്തിന് വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും നൽകിയിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തു പറയേണ്ട 3 പേരുകളാണ് ഇതിന്റെ നിർമ്മാതാക്കളുടേത്.
സുജിത് സുധാകരൻ, ശ്രീജിത്ത് സുധാകരൻ, അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ദിയ മോട്ടോസ്. ഇവർ 3 പേരും ആണ് ഈ ഗാനങ്ങൾ നമ്മൾക്ക് മുമ്പിൽ സമർപ്പിച്ചിട്ടുള്ളത്. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ മഹാദേവന് വേണ്ടി അവരുടെ ഒരു അർപ്പണം പോലെ ഈ ഗാനം നമുക്ക് നൽകുമ്പോൾ ഇത് നമ്മൾ യൂട്യൂബിൽ ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യണമല്ലോ, നമ്മൾ CDയോ അങ്ങനെയുള്ള കാര്യങ്ങളോ ചെയ്ത് നമുക്കൊരു ലാഭം അങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടിയല്ല അവർ. അപ്പോൾ അവർ മഹാദേവന് വേണ്ടി അത് സമർപ്പിക്കാൻ അവർ ചെയ്ത ഒരു വലിയ സഹായം. കാരണം നമ്മൾ എന്ത് അപ്ഡേഷൻ അതിന് വേണം, ചേട്ടാ നമുക്ക് നാഗസ്വരം വായിക്കണം, അല്ലെങ്കിൽ നമുക്ക് അതിനകത്ത് മറ്റു കാര്യങ്ങൾ ചെയ്താൽ അത് കുറച്ചുകൂടെ ഭംഗിയാവും എന്ന് നമ്മൾ ബന്ധപ്പെടുമ്പോൾ നമ്മൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി നമ്മളുടെ കൂടെ നിന്ന പ്രൊഡ്യൂസർമാരെ ഈ നിമിഷത്തിൽ നമുക്ക് എത്ര നന്ദി പറഞ്ഞാലും അവരോട് നന്ദി നമുക്ക് പറഞ്ഞു തീർക്കാനൊക്കില്ല. കാരണം അത്രയും വലിയ സഹായമാണ് അവർ നമുക്ക് ചെയ്തു തന്നത്. അപ്പോൾ അവരെ കൂടി നമ്മൾ ഈ ഒരു നിമിഷത്തിൽ വളരെ പ്രധാനമായിട്ട് ഓർക്കുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഗാനങ്ങളെ കുറിച്ച് പ്രധാനമായിട്ട് പറയാനുള്ളത്. അപ്പം ശിവരാജുവിന്റെ ഗാനം നിങ്ങൾ എല്ലാവരും ആസ്വദിക്കുക. അതിമനോഹരമായ രീതിയിൽ ആ ഗാനം രജീഷണ എഴുതിയിട്ടുണ്ട്, അതുപോലെ തന്നെ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. നല്ല രസകരമായ ഒരു താളത്തിലും നമുക്കൊരു ആന നടന്നു വരുന്ന ഒരു രീതിയിൽ തന്നെയാണ് ഗാനത്തിന്റെ ഒരു മ്യൂസിക്. അപ്പോൾ അത് ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എല്ലാവരും ഗാനത്തിന് പൂർണ്ണമായ ഒരു പിന്തുണ നൽകുക. ഇനി എനിക്ക് ഈ ഒരു ചടങ്ങിലേക്ക് സ്വാഗതം പറയുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യം. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇതിനകത്ത് ആദ്യം നമുക്ക് ഈ ഒരു ചടങ്ങിൽ ആദ്യം നമുക്ക് ഈ സ്വാഗതം പറയേണ്ടത് നമ്മുടെ ക്ഷേത്രോപദേശക സമിതിയുടെ പ്രസിഡന്റും നമ്മുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന പ്രിയപ്പെട്ട രാമേന്ദ്ര മാമനാണ്. എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം, ഞങ്ങളുടെ കുടുംബ സുഹൃത്താണ്. അപ്പോൾ ഈ രാമേന്ദ്ര ചേട്ടനെ അറിഞ്ഞൂടാത്ത ആരും ഇവിടെ ഇല്ല. എല്ലാവിധ സഹായങ്ങളും നമുക്ക് ഒരു അമ്പലത്തിലായിട്ട് ബന്ധപ്പെട്ട് എന്ത് കാര്യമെന്ന് നമുക്ക് പറഞ്ഞാലും നമുക്ക് എല്ലാ പിന്തുണകളും നൽകി നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട രാമേന്ദ്ര മാമനെ ഞാൻ എന്റെ പേരിലും ബോധി വിഷന്റെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്ന് നമുക്കിവിടെ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ശിവരാജുവിന്റെ ഈ ഒരു ഗാനത്തിന്റെ ലോഗോ പ്രകാശനം നമ്മുടെ പ്രിയപ്പെട്ട ഗോപാലകൃഷ്ണ മാമനെ നൽകി നമ്മുടെ എല്ലാം ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ജെ വത്സലകുമാരി മാഡമാണ്. അപ്പം മാഡം കുറച്ചു നാളായിട്ടുള്ളൂ അമ്പലത്തിൽ വന്നിട്ട്. അപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് തിരക്കിയപ്പോഴും ഞാനിവിടെ വന്ന് കണ്ടുള്ള രീതിയിൽ വെച്ച് അമ്പലമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വളരെ ആക്റ്റീവായിട്ട് നമ്മുടെ ക്ഷേത്രത്തിന് വേണ്ടി തന്നെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥയാണ്. അപ്പം മാഡത്തിനെയും ഞാൻ എന്റെ പേരിലും ബോധി വിഷന്റെ പേരിലും നിങ്ങൾ ഓരോരുത്തരുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. ഇനി നമുക്ക് സ്വാഗതം പറയാനുള്ളത് പ്രിയപ്പെട്ട രതീഷേട്ടനാണ്. യോഗാധീശൻ രതീഷേട്ടനാണ്. രതീഷേട്ടനെ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം. നല്ല ചുറുചുറുക്കോടുകൂടി നമ്മളെ അമ്പലമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നമുക്ക് സാധിക്കാവുന്ന കാര്യങ്ങളാണെങ്കിൽ അതിന് പൂർണ്ണ പിന്തുണ നൽകി നമ്മുടെ ഒരു സുഹൃത്തായിട്ട് നിന്ന് നമ്മുടെ കൂടെ എല്ലാ കാര്യങ്ങളും സാധിച്ചു തരുന്ന രതീഷേട്ടൻ. അപ്പോൾ രതീഷേട്ടനെ നമുക്ക് ഈ വേദിയിലേക്ക് എന്റെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരും ബോധി വിഷന്റെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം അർപ്പിക്കുന്നത് പ്രിയപ്പെട്ട ഗോപാലകൃഷ്ണ മാമനെയാണ്. ഗോപാലകൃഷ്ണ മാമനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പൊ എന്റെ കുട്ടിക്കാലം തൊട്ട് ഞാൻ കാണുന്ന ഒരു മുഖമാണ്. വർഷങ്ങളായിട്ട് ഇവിടെയുള്ള എല്ലാ ആൾക്കാർക്കും നമ്മുടെ ഒരു കടവൂർ നിവാസി തിരുവനന്തപുരം പാപ്പനംകോട് സ്വദേശിയാണെങ്കിൽ പോലും അതിനേക്കാൾ കൂടുതൽ സമയം നമ്മുടെ അമ്പലത്തിന് വേണ്ടിയും അതുപോലെ നമ്മൾ ആനയ്ക്കും വേണ്ടി ജീവിച്ച മനുഷ്യനാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിന്ന് വിരമിച്ചിട്ട് പോലും നമ്മൾ ആന അത്രയും പ്രിയപ്പെട്ട ഒന്നായതുകൊണ്ട് സ്വന്തം മകനെ പോലെ ശിവരാജുവിനെ കാണുന്ന എന്റെ പ്രിയപ്പെട്ട ഗോപാലകൃഷ്ണ മാമനെ ഞാൻ ഈ വേദിയിലേക്ക് എന്റെ പേരിലും ബോധി വിഷന്റെ പേരിലും സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമുക്ക് സ്വാഗതം പറയാനുള്ളത് തൃക്കടവൂരപ്പ സേവാ സംഘം വൈസ് പ്രസിഡന്റ് TN ഉണ്ണികൃഷ്ണൻ ചേട്ടൻ. ഉണ്ണിയണ്ണനെ കുറിച്ച് പറയണമെങ്കിൽ വാക്കുകളില്ല. നമ്മുടെ ഇവിടെ കടവൂർ അമ്പലവുമായി ബന്ധപ്പെട്ട എന്ത് ശബ്ദവും പുറത്തു കേൾക്കുന്ന നമ്മൾ ഉണ്ണിയണ്ണനിൽ നിന്നാണ്. നമ്മുടെ അനൗൺസ്മെന്റ് കാര്യങ്ങൾ മുതൽ അമ്പലത്തിലെ എല്ലാ കാര്യങ്ങളും ഭഗവാന് വേണ്ടിയുള്ള കാര്യങ്ങളിലായാൽ പോലും അമ്പലവുമായി ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളിലും നമ്മൾ ആദ്യമായ ഒരു ഉപദേശം ഒരു കാര്യം ചെയ്യുമ്പോൾ അപ്പൊ ഞങ്ങൾ തന്നെ ആയാലും എന്തൊരു പരിപാടി ഓർഗനൈസ് ചെയ്യാലും ആദ്യമായി അതിന്റെ എങ്ങനെയായിരിക്കണം, അത് എങ്ങനെയായ രീതിയിൽ ചെയ്യണം, ഏത് രീതിയിൽ ചെയ്താൽ ഭംഗിയാവും എന്ന് എന്റെ ഒരു ഗുരുനാഥന് തുല്യം ഞാൻ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട ഉണ്ണിച്ചേട്ടനോട് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ഉണ്ണിയണ്ണൻ നമുക്ക് എല്ലാവിധ കാര്യങ്ങളും ഇപ്പൊ ഈ ഒരു പാട്ടിന്റെ രീതിയിൽ തന്നെയായാലും നമ്മൾ അതുമായിട്ട് ആദ്യമായിട്ട് ഉണ്ണിയണ്ണ കണ്ടപ്പോൾ പോലും ഉണ്ണിയണ്ണൻ അത് എങ്ങനെ ചെയ്യണം, അത് ഏത് രീതിയിൽ ചെയ്താൽ അത് ഭംഗിയാവും എന്നുള്ള എല്ലാ സഹായങ്ങളും നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട ഉണ്ണിയണ്ണനെയും ഞാൻ എന്റെ പേരിലും ബോധി വിഷന്റെ പേരിലും നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. അടുത്തതായി സ്വാഗതം ചെയ്യാനുള്ളത് സജുവണ്ണനെയാണ്. സജുവണ്ണനെ ഞാൻ ആദ്യമായിട്ട് ജീവിതത്തിൽ പരിചയപ്പെടുന്നത് പോലും സജുവണ്ണ ഓർമ്മയുണ്ടോ അറിയില്ല, ശിവരാജുവിനുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലാണ്. 2009 ഇവിടെ കുരിപ്പുഴ കരക്കാര് ആനയ്ക്ക് ഗജോത്തമ കേസരി എന്നൊരു പട്ടം കൊടുത്തൊരു ചടങ്ങുണ്ടായിരുന്നു. ആ ചടങ്ങിൽ വെച്ചിട്ടാണ് നമ്മൾ ആ ചടങ്ങ് കാണാൻ പോവുകയും അവിടെ വെച്ചിട്ട് അതിന്റെ മുഖ്യ സംഘാടകരിൽ ഒരാളായ സജുവണ്ണ പരിചയപ്പെടുത്തിയത്. അന്നോട്ട് ഇന്ന് വരെയും നമ്മൾ നല്ല രീതിയിൽ പുലർത്തിക്കൊണ്ടുപോകുന്ന ഒരു സൗഹൃദമാണ് സജുവണ്ണുമായിട്ട്.
അപ്പം സജുവണ്ണനെയും എൻ്റെ പേരിലും നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും ബോധിവിഷന്റെ പേരിലും ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. അടുത്തതായി സ്വാഗതം ചെയ്യാൻ പോകുന്നത് ക്ഷേത്ര വൈസ് പ്രസിഡന്റ് എസ് സുബിൻ. സുബിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്, എൻ്റെ കളിക്കൂട്ടുകാരനാണ്, കൊച്ചുനാൾ തൊട്ടേ അറിയാവുന്നയാളാണ്. അന്ന് മുതൽ തന്നെ പഠനേതര കാര്യങ്ങളിൽ വളരെ തൽപരനായിട്ടുള്ള ഒരു വ്യക്തിയാണ് സുബിൻ. അപ്പം എൻ്റെ കൂട്ടുകാരനെ, എൻ്റെ പ്രിയപ്പെട്ട സുബിനെയും ഞാൻ എൻ്റെ പേരിലും ബോധിവിഷന്റെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. അതുപോലെ തന്നെ ഈ വേദിയിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ വ്യക്തികളും അതുപോലെ തന്നെ നിങ്ങളിൽ കൂടിയിരിക്കുന്ന എല്ലാ ജനങ്ങളെയും, എല്ലാ ആൾക്കാരെയും ബോധിവിഷന്റെ പേരിലും നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും എൻ്റെ പേരിലും എല്ലാ ആൾക്കാരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിൽ നിന്നും പിൻവാങ്ങുന്നു. നന്ദി, നമസ്കാരം. സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനായി ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് ശ്രീ ആർ രാമചന്ദ്രൻ പിള്ളയെ ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം. ഇന്ന് ഗജരാജരത്നം ചക്രവർത്തി ശിവരാജന് പാട്ടഭിഷേകം എന്ന വീഡിയോയുടെ പ്രകാശന ക്രമമാണ് ഇവിടെ നടക്കുന്നത്. അതിലേക്ക് അധ്യക്ഷൻ ശ്രീ രതീഷ് കുമാർ സ്വാഗതം, അരുണോദയം. പ്രകാശന കർമ്മം നിർവഹിക്കുന്നത് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ജെ വസന്തകുമാരി, പിന്നെ ആനപ്പപ്പന്മാരായ ഗോപാലകൃഷ്ണൻ നായർ, മനോജ്, രതീഷ്, അനീഷ്, ആശംസാപ്രസംഗം ഉണ്ണികൃഷ്ണൻ, സജു, കൃതജ്ഞത സുബിൻ. നമ്മളെ ആനയെപ്പറ്റി നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ശിവൻകുട്ടിയാണ് നമുക്ക് ഓർമ്മ വരുന്നത്. നീരാവിലെ മുക്കടയിൽ നമ്മുടെ പ്രഭാകരൻ ചേട്ടൻ നടക്കെ ഇരുത്തിയ ആന 1987 ഫെബ്രുവരി 4 അന്ന് മതപ്പാട് കെട്ടിയിരുന്ന വെയിലും മഴയൊക്കെ അന്ന് ഈ തുറസായ സ്ഥലത്താണ് കെട്ടുന്നത്. ആ മഴയും വെള്ളമൊക്കെ ചെയിന് ചുരുമ്പിച്ച് അത് സെറ്റിക്കായി 1987 ഫെബ്രുവരി 4 നമ്മൾ ഇവിടെ പറഞ്ഞു. അതിനുശേഷം അന്നത്തെ അഡ്വൈസറി കമ്മിറ്റി പ്രസിഡന്റായിരുന്ന സി പി കുഞ്ഞുണ്ണിപ്പിള്ള അവர்களுം കമ്പനി അംഗങ്ങളും ദേവസ്വം ബോർഡും നല്ലവരായ ഭക്തജനങ്ങളും എല്ലാം ചേർന്ന് ഒരു ആനയെ വാങ്ങണം എന്ന് തീരുമാനിക്കുകയും അതിനുള്ള പ്രയത്നം ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ ആനയെ അന്വേഷിച്ചപ്പോഴാണ് കോന്നിയിലെ ഫോറസ്റ്റിൽ ഒരു ആനയുണ്ടെന്നറിയുകയും അന്ന് ഫോറസ്റ്റ് കൺസർവേറ്ററായിരുന്ന രാഘവേന്ദ്രൻ സാറെ ബന്ധപ്പെട്ട് അതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും അങ്ങനെ 1988 ഫെബ്രുവരി 12 നമ്മുടെ ആന ഒക്കെ ഇവിടെ നടയിരുന്നു. അങ്ങനെ എട്ടുകരയില്ല ഭക്തജനങ്ങൾ ഗംഭീരമായ സ്വീകരണങ്ങൾ കൊടുത്ത് അതിന് ശിവരാജു എന്നൊരു പേരും നാമകരണം ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പല പാപ്പന്മാരും മാറി മാറി വന്നു. അന്ന് നമ്മുടെ ഗോപാലകൃഷ്ണൻ ചേട്ടനും അന്ന് ഈ ആനയെ നടത്തി ഇരിക്കുമ്പോൾ ഗോപാലകൃഷ്ണൻ ചേട്ടനും ഇവിടെ ആനപ്പാപ്പന ഉണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി 10-21 വർഷം നമ്മുടെ ശിവരാജൻ്റെ കൂടെ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. അത് കഴിഞ്ഞ് അങ്ങനെ വന്നപ്പോഴാണ് നമുക്ക് ഈ മതപ്പാട് വരുമ്പോൾ നമ്മുടെ ശിവരാജുവിനെ പല സ്ഥലങ്ങളിൽ കൊണ്ട് കെട്ടുന്നു. പ്രത്യേകിച്ച് ഒരു സ്ഥലമില്ല കെട്ടാൻ. അവിടെ പല സ്ഥലത്ത് മതിലിൽ കെട്ടിയിട്ടുണ്ട്, കുരിപ്പിട കെട്ടിയിട്ടുണ്ട്, പിന്നെ ചവറ കെട്ടിയിട്ടുണ്ട്. പല ഭാഗങ്ങളിലും മതപ്പാട് സമയത്ത് കൊണ്ട് കെട്ടും. അങ്ങനെ വലിയ പ്രശ്നമാവും. അങ്ങനെ മയക്കോടെ വെട്ടി വെച്ചാണ് സാധാരണ 4-5 മാസങ്ങൾ അവിടെ നിന്നിട്ടാണ് പിന്നെ ആനയെ ഇവിടെയും കൊണ്ടുവന്നാലും കെട്ടാൻ സ്ഥലമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആനത്തറി വേണം എന്ന് ദേവസ്വം ബോർഡ് തീരുമാനിച്ച് ആനത്തറിയുടെ ഒരു എസ്റ്റിമേറ്റ് എടുത്തു. ഒരു 20 ലക്ഷം രൂപയ്ക്ക് ഒരു എസ്റ്റിമേറ്റ് എടുത്ത് അങ്ങനെ അത് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. അപ്പോൾ നമ്മുടെ ഫോറസ്റ്റിലെ നമ്മുടെ ഒരു വിനോദ് അഡ്വക്കേറ്റ് ഒരു 7.5 ലക്ഷം രൂപയ്ക്ക് ഈ ആനത്തറി ചെയ്യാം എന്നും പറഞ്ഞ് ഹൈക്കോടതിയിൽ ഒരു എസ്റ്റിമേറ്റ് സമർപ്പിച്ചു. അപ്പോൾ ഹൈക്കോടതി പറഞ്ഞു നിങ്ങൾ 20 ലക്ഷം രൂപ വലിയ വാർപ്പ് കെട്ടണമെന്ന് കെട്ടണ്ട, അതുകൊണ്ട് ഈ 7.5 ലക്ഷം രൂപയ്ക്ക് ചെയ്യാവുന്ന ആനത്തറി മതി എന്ന് പറഞ്ഞ് അങ്ങനെ തീരുമാനിച്ചു. ദേവസ്വം ബോർഡ് പറഞ്ഞ് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല, എന്നാൽ അഡ്വൈസറി കമ്മിറ്റി ചെയ്യട്ടെ
അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് ദേവസ്വം ബോർഡിൽ നിന്ന് പൈസ വാങ്ങിക്കുന്ന കാര്യം വലിയ പാടാണ്. കാര്യം അവർക്ക് അങ്ങോട്ട് വാങ്ങിക്കുന്ന കാര്യമല്ലേ, കൊടുക്കുന്ന കാര്യം വലിയ പാടാണ് അവർക്ക്. അതല്ല 2 ലക്ഷം രൂപ അഡ്വാൻസ് കൊണ്ട് പണി തുടങ്ങാൻ 2 ലക്ഷം രൂപ ഞാൻ അഡ്വൈസറി കമ്മിറ്റി പ്രസിഡൻ്റായിരുന്നപ്പോഴാണ് ആനക്കൊണ്ടിലെ പണി തുടങ്ങിയത്. 2 ലക്ഷം രൂപ അഡ്വാൻസ് വന്ന് പണി തുടങ്ങി. അപ്പോൾ പണികൾ തുടങ്ങണമെങ്കിൽ തന്നെ AE വേണം, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വേണം, ചീഫ് എഞ്ചിനീയർ വേണം. അവരെല്ലാം മേൽനോട്ടത്തിലാണ് പണി നടക്കുന്നത്. അങ്ങനെ പണി നടന്നു. അവർ പക്ഷേ അത് പണി ചെയ്യുന്നതിന് ചില തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ആനയ്ക്ക് നല്ലോണം നിൽക്കാനുള്ള ഒരു സൗകര്യമില്ലായിരുന്നു എസ്റ്റിമേറ്റ് അനുസരിച്ച്. പിന്നെ ഒരു 2 മീറ്റർ 4 സൈഡും പാറ കെട്ടി കോൺക്രീറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ അഡീഷണലായിട്ട് ഒരു 2 ലക്ഷം രൂപ നമുക്ക് ചിലവേണ്ടി വന്നു. അങ്ങനെ ദേവസ്വം കൂടെ ഒന്ന് ബില്ലെഴുതിയപ്പം 7.5 ലക്ഷം രൂപ വരെ അനുവദിച്ചുള്ളൂ. ബാക്കി പിന്നെ നമ്മുടെ കൈ ഞെക്കേണ്ടി വന്നു. അത് മാത്രമല്ല ഒരു 6 മാസം താമസിച്ച് എന്നുള്ള രീതിയിൽ 50,000 രൂപ പെനാൽറ്റി കൂടെ ഞങ്ങൾക്ക് കിട്ടും. അത് കഴിഞ്ഞാണ് ബാക്കി നമുക്ക് പൈസ കിട്ടിയത്. അതിൻ്റെ പണി ചെയ്യുന്നത് അന്നത്തെ മേൽക്കൂരയൊക്കെ ചെയ്തത് നമ്മുടെ രാധാകൃഷ്ണൻ ഒരു വർഷാപ്പുകാരനാണ്. ആ വർഷാപ്പിലെ മേലൊരു 10-35 രൂപയുടെ വർക്കുണ്ട്. അദ്ദേഹം അതിന് പൈസ വാങ്ങിച്ചില്ല. എങ്ങനെയും 1,80,000 രൂപ അന്ന് നമുക്ക് നമ്മുടെ കയ്യിൽ ചിലവായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ആനയെ നമ്മൾ മതപ്പാട് സമയം നമ്മുടെ ഈ ആനക്കൊട്ടിയിൽ മാത്രമാണ് കിട്ടിയിരുന്നത്. അതുകൊണ്ട് 5-6 വർഷം കൊണ്ട് അതിന് ഈ മയക്കുവെടി വെക്കാതെ ഇവിടെ തന്നെ നിൽക്കാൻ സാധിക്കും. ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ പ്രാവശ്യം ആനയുടെ ഡോക്ടർ പറഞ്ഞതനുസരിച്ച് ആന അടിച്ചു, അങ്ങനെ ചെറിയ പ്രശ്നമുണ്ടായി. അങ്ങനെ ചെറിയ പിടി പിന്നെ വെക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ് ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം ഈ ആന ഇവിടെ തന്നെയാണ് നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ലാതെ ഈ ശിവരാജ് മുന്നോട്ട് പോവുകയാണ്. ആദ്യം 50,000 രൂപയായിരുന്നു, പിന്നെ 1 ലക്ഷമായി, 2 ലക്ഷമായി. ഇപ്പോൾ 2.5 ലക്ഷം രൂപയാണ് ഒരു ദിവസത്തേക്ക് ആനയ്ക്ക് ദേവസ്വം ബോർഡ് വാങ്ങിക്കുന്നത്. പക്ഷേ ഈ ചൂട് സമയത്ത് ആനയെ തണുപ്പിക്കണം എന്ന് പറഞ്ഞതനുസരിച്ച് ആനപ്പാപ്പന്മാർ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ ബോർഡിനെ സമീപിച്ചു. ഒരു ടാങ്ക് പോലെ കെട്ടിയിട്ട് ആനയെ അതിനകത്ത് കുളിപ്പിക്കുന്നതിനുള്ള സൗകര്യം ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ എസ്റ്റിമേറ്റ് എടുത്ത് 12 ലക്ഷം 13 ലക്ഷം എസ്റ്റിമേറ്റ് എടുത്തു. കുറേ നാളായി പണിയൊന്നും നടക്കുന്നില്ല. അതിന് വലിയ വേളങ്ങളുണ്ടാക്കി നടക്കുന്നുള്ളൂ. ഇവിടെ നമ്മുടെ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് തെക്കടോ PD ദേവസ്വത്തിനെ സംബന്ധിച്ച് എസ്റ്റിമേറ്റ് എടുക്കുക, കുറേ കാലം കഴിഞ്ഞത് ലാപ്സാകുക, പിന്നെ എസ്റ്റിമേറ്റ് എടുക്കുക. ഒരു കാര്യങ്ങളും നടക്കാത്ത ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോൾ ആനപ്പാപ്പന്മാരും ഒക്കെ ആൾക്കാരും എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു പ്രക്ഷോഭം സംഘടിപ്പിച്ചെങ്കിൽ മാത്രമേ അതിന് ആനയെ കുളിപ്പിക്കാൻ ഒരു ദിവസം 2.5 രൂപ എസ്റ്റിമേറ്റ് 2.5 ലക്ഷം രൂപയാണ് ഒരു ദിവസത്തെ എഴുന്നള്ളത്തിന് ദേവസ്വം ബോർഡ് ആനയെ കൊണ്ട് വാങ്ങിക്കുന്നത്. പക്ഷേ അവർക്ക് 10 പൈസയും ചിലവാക്കാൻ അതിന് സാധിക്കുന്നില്ല. നല്ല ഡോക്ടർമാരെ വെച്ച് അതിനെ ചികിത്സിക്കുന്നില്ല. അത് മാത്രവുമല്ല, ഈ ഒരു ഇടുങ്ങിയ സ്ഥലത്താണ് ഇപ്പോൾ ഈ ആന നിൽക്കുന്നത്. അതിന് ശ്വാസം വിടാനുള്ള ഒരു സംവിധാനം, ഒരു പ്രത്യേക ഒരു ആന കോമ്പൗണ്ട് ഉണ്ടാക്കി ഈ ആനയെ യഥാർത്ഥത്തിൽ സംരക്ഷിക്കുന്ന ഒരു ചുമതല ദേവസ്വം ബോർഡിനുണ്ട്. ആവശ്യപോലെ പൈസ കിട്ടുന്നതാണ്. അതിനുവേണ്ടി ഈ ക്ഷേത്ര കമ്മിറ്റിയും ആനപ്രേമികളും ദേവസ്വം ബോർഡും എല്ലാം ചേർന്നിട്ട് ഇതിനൊരു പ്രത്യേക ആന കാമ്പൗണ്ട് ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ ഇതിന് കൂടുതൽ നാൾ നിലനിർത്തുകൊണ്ട് പോകാൻ സാധിക്കുകയുള്ളൂ. പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ ഇതിൻ്റെ ശിവരാജു ഒരു ചെറിയ പ്രശ്നമുണ്ടായിരുന്നത് നമ്മുടെ ആനപ്പാപ്പനായിരുന്ന പ്രതാപചന്ദ്രൻ ഒരു ചെറിയ പ്രശ്നമുണ്ട്. നമുക്കറിയാം, പണ്ട് ആനയെ നമ്മൾ പുസ്തകത്തിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ആനയെ കൊണ്ടുപോകുമ്പോൾ പഴം കൊടുത്തുകൊണ്ടിരുന്നു. ഒരു ദിവസം പഴം കൊടുത്തില്ല, അതിനെ തുമ്പിക്കൈ സൂചിച്ച് കുത്തി. അപ്പോൾ ആനയെ പോവുകയും ചെയ്തു. പിന്നെ ആന തുമ്പിക്കൈ നോക്കിയാൽ വെള്ളവുമായിട്ട് ചെന്ന് ആ തയ്യൽക്കാരനെ നല്ലോണം കുളിപ്പിച്ചിട്ടാണ് വിട്ടത്. അപ്പോൾ ചെറിയൊരു കാര്യം ഉണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ വെച്ചിരുന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സ്വഭാവമാണ് ആനയ്ക്കുള്ളത്. അതുപോലെയാണ് പ്രതാപചന്ദ്രൻ എന്ന് പറഞ്ഞ ആനക്കാരൻ. ഭൂമിയിലൊരു അമ്പലത്തിൽ ആനവാൽപ്പിടി കഴിഞ്ഞ് ആന അവിടെ നിൽക്കുകയായിരുന്നു. അപ്പോൾ എന്തോ ഒരു ചില പ്രശ്നം ഇയാൾ കാണിച്ച് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ആന കോരിയെടുത്ത് അങ്ങോട്ട് മാറ്റിയിട്ടു. എന്നിട്ട് രക്ഷപ്പെടാനുള്ള സമയമുണ്ടായിരുന്നു, അയാൾ രക്ഷപ്പെട്ടില്ല. പിന്നീട് ആന എടുത്തൊരു കുത്തി അങ്ങോട്ട് മാറ്റിയിട്ടിട്ട് ആനക്കൊട്ടിലിൽ 10-15 ആൾക്കാരെ നിൽക്കുന്ന ഇടയ്ക്കൂടെ പോയി ആനക്കൊട്ടിൽ സുഖമായി നിന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ ആനയ്ക്ക് അവന് പ്രതികാരം തീർക്കാൻ ഒരു സമയം നോക്കിയിരിക്കും. അങ്ങനെ ഒരു പ്രതികാരം ഒരു ചെറിയ ഒരു മുറിപ്പാട്, ഒരു ചെറിയൊരു അടയാളം അങ്ങനെ നമ്മുടെ ശിവരാജിനുണ്ട്. നമ്മുടെ തെക്കൻ കേരളം വടക്കം നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാ ക്ഷേത്രങ്ങളിലും സംസ്ഥാനത്തിൻ്റെ വടക്ക് മുതലിങ്ങോട്ട് എല്ലാ ക്ഷേത്രങ്ങളിലും നമ്മുടെ ശിവരാജിന്
എഴുന്നള്ളിക്കാത്ത അമ്പലങ്ങളില്ല. അതുകൊണ്ട് നമ്മുടെ ശിവരാജന് നല്ല രീതിയിലൊരു സംരക്ഷണം കൊടുക്കണം. അതിന് നമ്മുടെ യാനപ്രേമികളും എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് ഒരു പ്രത്യേക ഒരു കാമ്പൗണ്ട് തന്നെ ഉണ്ടാക്കിയിട്ട് അതിനെ സംരക്ഷിക്കാനുള്ള ചുമതല ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർമ്മത്തിൽ കടക്കുകയാണ്. ഈ യോഗത്തിൻ്റെ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. രതീഷ് ലോഗോ പ്രകാശനമാണ്. അടുത്തതായി പാട്ടിൻ്റെ ലോഗോ പ്രകാശനം ചെയ്യുന്നതിനായി ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീമതി ജി വത്സലകുമാരിയെയും ലോഗോ സ്വീകരിക്കുന്നതിനായി തൃക്കടൂർ ശിവരാജുവിൻ്റെ പാപ്പാൻ ശ്രീ ഗോപാലകൃഷ്ണൻ നായരെയും ക്ഷണിച്ചുകൊള്ളുന്നു. ചടങ്ങാണ്. ഈ ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി തൃക്കടൂർ ശിവരാജുവിൻ്റെ പാപ്പാന്മാരായ ശ്രീ ഗോപാലകൃഷ്ണൻ നായർ, ശ്രീ ജി മനോജ്, ശ്രീ കെ കെ അനീഷ് എന്നിവരെയും പൊന്നാട അണിയിക്കുന്നതിനായി മോദി വിഷന്റെ പബ്ലിസിറ്റി കൺവീനറും സന്നദ്ധ പ്രവർത്തകനുമായ ശ്രീ ഗോകുൽ SK ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീ TN ഉണ്ണികൃഷ്ണൻ അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, പ്രദേശ സമിതി സെക്രട്ടറി ശ്രീ രതീഷ് കുമാർ, ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ പ്രദേശ സമിതി പ്രസിഡന്റ് ശ്രീ രാമചന്ദ്രൻ പിള്ള അവർ, ബഹുമാന്യായ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വത്സലകുമാരി സാർ, ബഹുമാനപ്പെട്ട തൃക്കടൂർ ശിവരാജുവിൻ്റെ പാപ്പാൻ ഗോപാലകൃഷ്ണൻ ചേട്ടൻ, ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റുമാരായ ശ്രീ സജു, ശ്രീ സുബിൻ, ബഹുമാനപ്പെട്ട പ്രഖ്യാനങ്ങളെ ആനപ്രേമികളെ, തൃക്കടൂർ ശ്രീ മഹാദേവന്റെ സ്വന്തം ഗജരാജൻ തൃക്കടൂർ ശിവരാജനെ പ്രകീർത്തിച്ചുകൊണ്ട് ശ്രീ രജീഷ് പാലവള രചിച്ച് ശ്രീ MG സുരേഷ് പന്തളം ആലപിച്ച
ഗാനത്തിൻ്റെ പ്രകാശന സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. ശിവരാജുവിനെ കുറിച്ച് ഒന്ന് രണ്ട് വാക്ക് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ സംഹരിക്കാം. അതിനു മുമ്പ് മൺമറഞ്ഞു പോയ ശിവൻകുട്ടിയെ കുറിച്ചുകൂടി സ്മരിക്കാതെ നമുക്ക് കടന്നു പോകാൻ സാധിക്കില്ല. 1969 പാലക്കാട് നിന്നാണ് ശിവൻകുട്ടിയെ നീരാവിൽ മുക്കടയിൽ യശസ്വരനായ ശ്രീ പ്രഭാകരൻ പിള്ള അവർ തൃക്കടവൂർ മഹാദേവനെ നടക്കിരുത്തിയത്. കൊച്ചു കുട്ടിയാനയായിരുന്ന ഈ ആനയെ വലിയ ഉത്സവമായിട്ടാണ് ഈ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചത്. എനിക്ക് ഓർമ്മയില്ല, എനിക്കൊന്ന് 3 വയസ്സേ ഉള്ളൂ. 8 ചേരിയിൽ നിന്നാണ് ശിവൻകുട്ടി വളർന്നത്. ഓരോ ദിവസവും ഓരോ ചേരിയിലാണ് ശിവൻകുട്ടി. ശിവൻകുട്ടി ആനയുടെയും തൃക്കടവൂർ ശിവരാജുവിൻ്റെയും പാപ്പാനാനുള്ള ഭാഗ്യം നമ്മുടെ ഗോപാലകൃഷ്ണൻ ചേട്ടന് കിട്ടിയിട്ടുണ്ട്. ഒരിക്കൽ ശിവൻകുട്ടി ഇതിനിടയ്ക്ക് ഒരു കൊമ്പ് നഷ്ടപ്പെടുകയും മറ്റൊരവസരത്തിൽ ഓലയെടുക്കാൻ പോയപ്പോൾ ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് പരപ്പത്തെ ഇഞ്ചക്ഷൻ വെച്ച് കറണ്ടടിക്കുകയും അവിടെ നിന്ന് ആന ഓടി ഈ ഗോപുരവാതിൽ കടന്ന് ഈ ക്ഷേത്ര സന്നിധിയിൽ എത്തി ഭഗവാനെ അഭയം പ്രാപിച്ചൊരു കഥ കൂടിയുണ്ട്. അങ്ങനെ തലയെടുപ്പോടുകൂടി നിൽക്കുമ്പോൾ തന്നെ തുമ്പിക്കൈ ചുരുണ്ട് ഭൂമിയിൽ തട്ടി നിൽക്കുന്ന അത്രയും തലയെടുപ്പുള്ളൊരു ആനയായിരുന്നു ശിവൻകുട്ടി. നല്ല ശാന്ത സ്വഭാവം. പക്ഷേ ശിവരാജനെ കൊമ്പി പിടിച്ച് നിൽക്കുന്നത് പോലെ അന്ന് ശിവൻകുട്ടി ആനയുടെ കൊമ്പി പിടിച്ചാൽ നിൽക്കാൻ പറ്റത്തില്ല, തട്ടി ദൂരെ അറിയും. നടക്കുമ്പോൾ 2 കാലും സൈഡിൽ ആളൊതുക്കിയാണ് നടക്കുന്നത്, പുറകെ നമുക്ക് പോകാൻ പറ്റത്തില്ല. ആ ശിവൻകുട്ടി ആനയ്ക്ക് മതപ്പാട് വന്നപ്പോൾ ഈ ക്ഷേത്രത്തിന് പുറകു ഭാഗത്ത് അന്ന് മേൽശാന്തി മഠമായിരുന്ന സ്ഥലമായിരുന്നു. കാലഹരണപ്പെട്ടപ്പോൾ അവിടെ ഒരു കിണറുണ്ടായിരുന്നു. ആ കിണറിൽ ഒരു ചുമട് താങ്ങി വലിയ നീളമുള്ള പാറ കുഴിച്ചിട്ട് അതിലാണ് ശിവൻകുട്ടിയെ തളച്ചിരുന്നത്. മതപ്പാട് വന്ന ഒരു അവസരത്തിൽ ശിവൻകുട്ടി ആനയുടെ ഇടച്ചങ്ങല എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമായി. ഇടച്ചങ്ങല എന്ന് പറഞ്ഞാൽ ശരീരത്തിന് കുറുകെ ഇടുന്ന ആ ചങ്ങല. ഒരു വെയിലത്താണ് ആന നിൽക്കുന്നത്, ആരെയും അടുപ്പിക്കുന്നില്ല. ഈ സ്റ്റേജിന് മുകളിൽ വെച്ച് ഒരു ടാങ്കുണ്ട്. ആ ടാങ്കിൽ നിന്ന് വെള്ളം കോരിയാണ് തണുപ്പിക്കാൻ വേണ്ടി ഒഴിച്ചു കൊടുത്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഈ ചങ്ങല കിടന്ന് നട്ടലിൻ്റെ ഭാഗത്ത് തൊലി പൊട്ടുകയും ഇത് സെപ്റ്റിക്കായി മാറുകയും ചെയ്തു. അങ്ങനെ ആനയെ മരുന്നുകളും ട്രിപ്പുകളും ഒക്കെ കൊടുത്ത് നിർത്തിയിരുന്നു. എനിക്ക് മറക്കാനാവാത്തൊരു ദിവസം എന്ന് പറഞ്ഞാൽ ആന ചരിയുന്നതിൻ്റെ തലേദിവസം എൻ്റെ മൂത്ത സഹോദരി വിവാഹം ഈ ക്ഷേത്രത്തിൽ വെച്ച് നടക്കുകയുണ്ടായി. വിവാഹം 1987 ഫെബ്രുവരി 3-ാം തീയതി ചൊവ്വാഴ്ചയായിരുന്നു. അന്ന് രാത്രി വെളുക്കുന്നതിന് മുമ്പ് ആന ചരിയുണ്ടായി. ഫെബ്രുവരി 4-ാം തീയതി വെളുപ്പിന് 4 മണിക്ക് ആന ചരിഞ്ഞു. അതിൻ്റെ പത്രക്കട്ടിങ് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. മാതൃഭൂമി പത്രത്തിൽ വന്ന് ശിവൻകുട്ടി ചരിഞ്ഞു തൃക്കടവൂർ തേങ്ങി എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമുക്കൊരു ആനയുടെ ആവശ്യം, രാമചന്ദ്രപിള്ളച്ചേട്ടൻ പറഞ്ഞതുപോലെ ആനയുടെ ആവശ്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയും അന്നത്തെ ഉപദേശ സമിതി പ്രസിഡന്റായിരുന്ന ശിശുരനായ ശ്രീ CP കുഞ്ഞുണ്ണിപ്പിള്ള സാർ മുൻകൈയെടുത്ത് മറ്റു ഉപദേശ സമിതി അംഗങ്ങളും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയുടെ സഹോദരിയുടെ ഭർത്താവായ പിൽക്കാലത്ത് തൃക്കടവൂർ മഹാദേവ ക്ഷേത്രം ഉപദേശ സമിതി പ്രസിഡന്റ് കൂടിയായിരുന്ന വേലപ്പൻ സാറും ചീഫ് എഞ്ചിനീയർ ആയിരുന്ന അവസ്ഥയിലാണ് അദ്ദേഹം കൂടെ മുൻകൈയെടുത്ത അനുഭവത്തിൽ നിന്ന് കോന്നി ആനക്കൂട്ടിൽ നിന്നാണ് നമ്മുടെ ശിവരാജുവിനെ വാങ്ങുന്നത്. അന്ന് വളരെ ആഘോഷമായി അതിൽ പങ്കെടുക്കാനൊരു ഭാഗ്യം എനിക്ക് കിട്ടി. ഒരു ആനന്ദവല്ലേശ്വര ക്ഷേത്ര സന്നിധിയിൽ നിന്നും ആഘോഷമായിട്ടാണ് ഞങ്ങളെല്ലാവരും തൃക്കടവൂർ ശിവരാജുവിനെ 1988 ഫെബ്രുവരി മാസം 12-ാം തീയതി വെള്ളിയാഴ്ച ഈ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ച് വൈകിട്ട് 6 മണിക്ക് നടക്കരുത്. അന്ന് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ടായിരുന്നു. അന്ന് നമ്മുടെ ഭഗവത്ഗീതയുടെ ആചാര്യൻ സ്വാമി ചിന്മയാനന്ദ സ്വാമിക്ക് സ്വീകരണം നൽകുകയും പള്ളിവട്ടച്ചെറിയിൽ അദ്ദേഹത്തിൻ്റെ ഭഗവത്ഗീത ക്ലാസ് സമ്മേളനവും നടന്നത് ഇന്നലത്തെ പോലെ എനിക്ക് ഓർമ്മയുണ്ട്. തൃക്കടവൂർ ശിവരാജുവും ശിവൻകുട്ടിയായിട്ടുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ശിവൻകുട്ടി ചിഹ്നം വിളിച്ചാൽ സമീപ പ്രദേശങ്ങളിലെ 3-4 കരകളെ കേൾക്കും. പക്ഷെ നമ്മുടെ ശിവരാജു കൂവത്തെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ സ്വഭാവത്തിലും ശിവരാജുവിനെ സ്നേഹം കൊണ്ട് കീഴടക്കാൻ പറ്റും, തന്ത്രത്തിൽ കൊണ്ട് ഒരിക്കലും കീഴടക്കാൻ പറ്റത്തില്ല. ശിവരാജു വേറൊരു
വേറൊരു കുസൃതി തരം കാണിച്ചെന്ന് വെച്ചാൽ ഒരു ദിവസം ഒരു തെങ്ങൻ തടി കൊമ്പുകൊണ്ട് കുത്തി 1.5 ദിവസം ആ തെങ്ങൻ തടിയായിട്ട് ഇവിടെ നിന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ് കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും ദേവീദേവന്മാരെ തിടംപേറ്റാനുള്ള ഒരു ഭാഗ്യം നമ്മുടെ തൃക്കടവൂർ ശിവരാജന് കിട്ടിയിട്ടുണ്ട്. ശബരിമലയിലും ഗുരുവായൂരും ഒഴികെ ഒരിക്കലും നടക്കത്തില്ലെന്ന് വിചാരിച്ച ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ പോലും ശിവരാജുവിന് തിടംപിടിക്കാൻ ഒരു മഹാഭാഗ്യം ഉണ്ടായി. തൃക്കടവൂർ മഹാദേവ ക്ഷേത്രത്തിലും ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലും ഒരു ദിവസമാണ് കൊടിയേറ്റ്, തിരുവാറാട്ട് വരുന്നതും കുംഭത്തിരുവാതിര ദിവസമാണ്. പക്ഷേ അവിടുത്തെ കൊടിമരം കാലഹരണപ്പെട്ടു പോയപ്പോൾ പുതിയ സ്വർണ്ണക്കൊടിമരം നിർമ്മിക്കുകയും അതിനൊരു ഉത്സവം വന്നപ്പോൾ തിടംപേറ്റാൻ വേണ്ടി ശിവരാജുവിനെയാണ് അന്ന് ഞാനും ആ 7.5 പൊന്നാന ദർശനത്തിന് പോയി. ശിവരാജു ഉള്ളതുകൊണ്ടാണ് അന്ന് പോകാൻ പറ്റിയത്. അല്ലെങ്കിൽ നമുക്ക് ആ അവസരത്തിൽ നമ്മുടെ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നുണ്ട്, നമുക്ക് പോകാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു ഭാഗ്യം കൂടെ ഉണ്ടായി. പിന്നെ എനിക്കൊരു മഹാഭാഗ്യം എന്ന് വെച്ചാൽ അന്നത്തെ ഉപദേശ സമിതിയും ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള പേപ്പർ വർക്കുകൾ തൃക്കടവൂർ ശിവരാജനെ തൃശ്ശൂർ പൂരത്തിൽ എഴുന്നള്ളിക്കാൻ വേണ്ടി അന്നത്തെ SSN-ആയ ശ്രീ പ്രതാപൻ എന്നോട് പറഞ്ഞ്, ചേട്ടാ ഇത് കണക്ക് നമുക്ക് ആനയെ തൃശ്ശൂർ പൂരത്തിന് എഴുന്നള്ളിക്കാൻ അതിന് വേണ്ട സഹായങ്ങൾ ചെയ്യണം. അങ്ങനെ അന്നത്തെ ഉപദേശ സമിതിയായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ പേപ്പർ വർക്കുകൾ അത് പറയുന്നതനുസരിച്ച് ഉപദേശ സമിതിയായിട്ട് ബന്ധപ്പെട്ടെല്ലാം ചെയ്തു കൊടുക്കാനൊരു ഭാഗ്യവും എനിക്കുണ്ടായി. അദ്ദേഹം വന്നതിന് ശേഷമാണ് ആനയെ ലോറി കയറ്റി കൊണ്ടുപോകാൻ തുടങ്ങിയത്. മറ്റേതെല്ലാം നമുക്ക് തിരുവനന്തപുരത്ത് എഴുന്നള്ളിപ്പുണ്ടെങ്കിലും എല്ലാം ആനയെ നടത്തിയാണ് എത്ര കിലോമീറ്ററോളം നമ്മുടെ ആന ലോറി കയറത്തില്ല. അങ്ങനെ ശിവരാജനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ പ്രത്യക്ഷ മഹാദേവനായിട്ടാണ് ശിവരാജനെ കാണുന്നത്. കാര്യം മഹാദേവന്റെ അനുഗ്രഹമുള്ള ഒരു ആനയാണ്. നീ ആനക്കൂട്ടി നീ ആനയെ ലഭിച്ചപ്പോൾ അന്നത്തെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തിരികെ കാട്ടിലേക്ക് വിട്ടതാണ് ആനയെ. പക്ഷേ അത് കാട്ടിൽ പോയിട്ട് വീണ്ടും തിരികെ വന്നു. അങ്ങനെ എല്ലാം കൊണ്ടും നമ്മളെ മഹാദേവന്റെ തിടംപേറ്റാനായിട്ട് പിറവിയെടുത്ത ഒരു പുണ്യജന്മമാണ് തൃക്കടവൂർ ശിവരാജൻ. ഇങ്ങനെ ആദ്യമായിട്ട് ഈ ക്ഷേത്രത്തെക്കുറിച്ച് ഒരു കാസറ്റ് ഇറക്കിയത്, ഒരു CD ഇറക്കിയത് SSN-ആയ ശ്രീ കടവൂർ സന്തോഷ് ചന്ദ്രൻ അവരാണ്. അതിനുശേഷമാണ് തൃക്കടവൂർ മഹാദേവനെ സ്തുതിച്ചുകൊണ്ടും ഈ ക്ഷേത്രത്തെ സ്തുതിച്ചുകൊണ്ടും ഒക്കെ ഒരുപാട് 100ഓളം ഗാനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. എത്രയൊക്കെ ഉണ്ടെന്ന് എനിക്ക് പോലും അറിയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ശ്രീ രജീഷ് പാലവളെ പിന്നെ എഴുതിയ പാട്ട് തിടംപിടിക്കാനൊരു കൊമ്പനാനെന്നുള്ള പാട്ട്, അത് കണക്ക് രാജീവ് നീരാവിൽ എഴുതി എഴുന്നള്ളുന്ന എന്നുള്ള പാട്ട്, പിന്നെ തെക്കിൻ്റെ ദേവരൊരുങ്ങുന്ന ആ പാട്ട് എഴുതിയ ആരാണെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ നമ്മളെല്ലാം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ശിവരാജുവിൻ്റെ പാട്ട് എല്ലാം ഭഗവാന്റെ കാരണത്താൽ മംഗളമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിനുവേണ്ടി പരിശ്രമിച്ച എല്ലാ സുമനസ്സുകൾക്കും തൃക്കടവൂർ ശ്രീ മഹാദേവന്റെ കാരണത്താൽ എല്ലാവിധ ക്ഷേമേശ്വരവും ഉണ്ടാകട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ എല്ലാ ഭക്തജനങ്ങൾക്കും ഭഗവാന്റെ കാരുണ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. നമസ്കാരം. മാനസത്തിൽ കാടുതൂകിയൊരാ